ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ, നീ ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ടോ? നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കരയാൻ ദൈവം അനുവദിക്കുകയില്ല. നീ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ സങ്കടം പറഞ്ഞിട്ടുണ്ടോ? മനുഷ്യരുടെ മുമ്പിൽ സങ്കടം പറയാൻ അനുവദിക്കുകയില്ല. നീ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ ആവശ്യങ്ങൾ പറഞ്ഞു മുഴങ്കാൽ മുടക്കിയിട്ടുണ്ടോ? അവിടെ തുടങ്ങും നിന്റെ അനുഗ്രഹത്തിൻ്റെ ഉയർച്ച. ആരെല്ലാം നിന്നെ തള്ളിയാലും തള്ളിക്കളയാത്ത ഒരു ദൈവം ഉണ്ടെന്ന് ഓർക്കണം. നമുക്ക് ചുറ്റുമുള്ളവർ നമ്മുടെ തകർച്ച കണ്ട് സന്തോഷിക്കും, നമ്മളെ നോക്കി ചിരിക്കും. അതുകൊണ്ട് ആരും നിന്നെ പരിഹസിച്ചോട്ടെ, നിന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ, നീ പരിഹാസപാത്രമായി നിൽക്കേണ്ടി വന്നോട്ടെ. സങ്കീർത്തനം 37:13 ഇപ്രകാരം പറയുന്നു: കർത്താവ് അവനെ നോക്കി ചിരിക്കും. അവൻ്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണുന്നു. നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു ദിവസം ഉറപ്പായും നിനക്ക് വരും. നീ ഭാരപ്പെടേണ്ട. നിന്റെ ഏത് വ്യാകുലതകളുടെ നടുവിലും നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസം കർത്താവ് നിനക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ഭാരപ്പെടേണ്ട. എല്ലാ നന്മയ്ക്കായി ദൈവം നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി